മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ആരെയും വിമർശിക്കാനോ കളിയാക്കാനോ അല്ലെങ്കിൽ നിന്ദിക്കാനോ വേണ്ടിയല്ല. അത് എൻ്റെ സ്വഭാവമല്ല, എൻ്റെ പാരമ്പര്യവുമല്ല. എങ്കിലും ഞാനിത് കേട്ടിടത്തോളം ശരിയാണ് എങ്കിൽ നമ്മൾ ഒരു വിഭാഗത്തെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ തിരുത്തിയതിന് ശേഷം വേണം മറ്റുള്ളവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് ചില മുസ്ലിം വിരോധികളും സംഘികളും അതുപോലെ തന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആരിഫിനും ജാമിദയും പോലെയുള്ള ദീനിൽ നിന്ന്, മതത്തിൽ നിന്ന് പുറത്തുപോയ ടീമും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളെടുത്തിട്ട് മുസ്ലിം സമൂഹത്തെയും പണ്ഡിതന്മാരെയും ആക്ഷേപിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആക്ഷേപിക്കപ്പെടുന്ന മറ്റു മതസ്ഥരിലും ഇതുപോലെ ആക്ഷേപാർഹമായ പല കാര്യങ്ങളും പണ്ടുകാലങ്ങളിൽ, അതായത് പൂർവികരിൽ നിലനിന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൽ ഒരു ഉദാഹരണമായി ഞാൻ പറയാൻ പോകുന്നത് ഹൈന്ദവ ആചാരപ്രകാരം അഥവാ മനുസ്മൃതിയിൽ പറയുന്നത് അനുസരിച്ച് നോക്കിയാൽ 8 തരം വിവാഹങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. 8 തരം വിവാഹങ്ങളെ 8 തരമാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ മറ്റേത് മതത്തിൽ നോക്കിയാലും ഒറ്റ തരമേ ഉള്ളൂ. കാരണം നിക്കാഹ് എന്ന് പറയും ഇസ്ലാമിൽ പറഞ്ഞ, മറ്റൊരു കല്യാണം, വിവാഹം, അതും ഒറ്റ വിവാഹമേ ഉള്ളൂ, അല്ലാണ്ട് പല സൈസ് വിവാഹങ്ങളില്ല. എന്നാൽ മനു എഴുതിയിട്ടുള്ള മനുസ്മൃതി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് വിവാഹം 8 തരമുണ്ടെന്നാൽ അതിലൊന്ന് ബ്രാഹ്മം, 2 ആർഷം, 3 പ്രാജാപത്യം, 4 ദൈവം, 5 ഗാന്ധർവം, 6 അസുരം, 7 രാക്ഷസം, 8 പൈശാചം. ഇങ്ങനെ തുടങ്ങി 8 തരത്തിലുള്ള വിവാഹങ്ങൾ മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അത് ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ ബ്രാഹ്മം എന്ന് പറഞ്ഞാൽ ഉദകത്തോടു കൂടി പ്രതിഫലം കൂടാതെ ബ്രഹ്മചാരിക്ക് സ്ത്രീയെ നൽകുന്നതിനാണ് ബ്രാഹ്മം എന്ന് പറയുന്നത്. ആർഷം എന്ന് പറഞ്ഞാൽ പശുവിനെയോ കാളയെയോ വാങ്ങി കന്യകയെ കൊടുക്കുക എന്നതാണ് ആ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രാജാപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയമാനുഷ്ഠാനത്തോടു കൂടി വാഴുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് പ്രതിഫലം കൂടാതെ പുത്രിയെ പുരുഷന് കൈമാറുന്ന വിവാഹത്തെയാണ് പ്രാജാപത്യം എന്ന് പറയുന്നത്. ഇനി ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന വിവാഹത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പിതാവ് പുത്രിയെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ട് യാഗത്തിന് ഹാജരാക്കി പുരോഹിതന് നൽകുന്ന പ്രക്രിയയാണ് ദൈവം എന്ന വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗാന്ധർവം എന്ന് പറഞ്ഞാൽ കാമുകൻ അനുരക്തയായ സ്ത്രീയെ ബന്ധുക്കളോട് ആലോചിക്കാതെയും ആവശ്യമായ കർമ്മങ്ങൾ നടത്താതെയും പരസ്പരം സമ്മതത്തോടുകൂടി കൈമാറുന്നതിനാണ് ഗാന്ധർവം എന്ന് പറയുന്നത്. ഇനി അസുരം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ കന്യകയെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പണമോ പാരിതോഷികമോ നൽകി വിലക്ക് വാങ്ങുന്നതിനാണ് അസുരം എന്ന് പറയുന്നത്. രാക്ഷസം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ബന്ധുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബലാത്കരേണ പിടിച്ചുകൊണ്ടുപോകുന്നതിനാണ് രാക്ഷസം എന്ന് വിവാഹം പറയുന്നത്. ഇനി പൈശാചം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ബോധം കെട്ട് കിടക്കുമ്പോൾ ആ സ്ത്രീയെ ബോധമില്ലാതിരിക്കുമ്പോൾ ആ സ്ത്രീയെ പുരുഷൻ ബലാത്കാരേണ സ്വന്തം ഭാര്യയാക്കി മാറ്റുന്നതിനാണ് പൈശാചം എന്ന് പറയുന്നത്. ഇങ്ങനെ 8 വിധ വിവാഹ രീതികളാണ് പൂർവിക കാലത്തുണ്ടായിരുന്നതെന്ന് മനുസ്മൃതി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ വിക്കിപീഡിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഇങ്ങനെ വിമർശിക്കുന്നവർ ഈ 8 തരം കല്യാണം വെച്ചിട്ട് ഈ കല്യാണത്തിലൊക്കെ എന്താ പറയുന്നത്? പെണ്ണിന് ഒരു വിലയും സ്ഥാനവും നൽകിയിട്ടില്ല, ഒരു സമ്മതവും വേണ്ട. പശുവിനെ വാങ്ങിച്ചുകൊണ്ട് പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തേക്കുക, നല്ല നിയമമാണ്. അല്ലെങ്കിൽ ഒരു കാളയെ വാങ്ങിയിട്ട് സ്വന്തം മകളെ പോറ്റി വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ നിലക്കും കഷ്ടപ്പെട്ടുണ്ട് തൻ്റെ മകളെ പശുവിനോ കാളയ്ക്കോ പകരം കൊടുക്കുക, അല്ലെങ്കിൽ യാഗത്തിന് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക, ദൈവത്തെ സമർപ്പിക്കുക. ഇങ്ങനെയുള്ള നീചമായ വളരെ നിന്ദ്യമായ വിവാഹ സമ്പ്രദായങ്ങൾ മനുസ്മൃതിയിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അത് ആരംഗീകരിക്കുന്നു ആരംഗീകരിക്കുന്നില്ല എന്നത് വേറെ വിഷയം. പക്ഷേ വലിയ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവഹേളിക്കുന്ന മാന്യന്മാരായ ഹിന്ദുക്കൾ, അത് നല്ല രീതിയിൽ നടക്കുന്നവരല്ല, വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന, മറ്റ് മതസ്ഥരെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ വകവയ്ക്കുകയോ ചെയ്യാത്ത വെറും ചാണകസംഖ്യകൾ ആയ ആളുകൾ മറ്റുള്ളവരെ ദേഹത്തേക്ക് ചവിട്ടിക്കയറുമ്പോൾ, അവർ നെഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, തങ്ങളുടെ പൂർവികർ ഇതിനേക്കാൾ ഭയങ്കരമായ നിയമങ്ങളും വ്യവസ്ഥകളും എഴുതി വച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്ന് ഇത്രമാത്രം ഉണർത്തിക്കൊണ്ട് ആരെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള രീതികൾ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇസ്ലാമിക നിയമപ്രകാരമാണെങ്കിൽ മഹർ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. അത് നൽകിക്കൊണ്ട് ആ സ്ത്രീയെ സ്വന്തമായി നിയമപരമായി വിവാഹം ചെയ്ത് വാങ്ങലാണ്. അല്ലാതെ കണ്ട് കൂട്ടിയേൽപ്പിക്കുന്ന പരിപാടിയൊന്നും ഇസ്ലാമിലില്ല. നന്ദി, നമസ്കാരം.